ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 7 വിശുദ്ധ റിച്ചാർഡ് രാജാവിൻ്റെ തിരുനാൾ. ഇംഗ്ലണ്ടിൽ വെസ്റ്റ് സാക്സൺസ് എന്നറിയപ്പെടുന്നവരുടെ രാജാവായിരുന്ന റിച്ചാർഡ് ക്രിസ്തീയ പരിപൂർണത ലക്ഷ്യം വച്ച് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ വിപ്ലവകാരികൾ അദ്ദേഹത്തെ രാജ്യഭ്രഷ്ടനാക്കിയതും റിച്ചാർഡ് തൻ്റെ 3 മക്കളുമായി റോമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി അവിടെ വച്ച് തൻ്റെ മകൻ വില്ലിബാർഡിന് ഗുരുതരമായി വന്ന രോഗം കാരണം മരിക്കാറായിരിക്കുന്നുവെന്ന് സർവരും അഭിപ്രായപ്പെട്ടു. റിച്ചാർഡ് പെട്ടെന്ന് മകന്റെ മുൻപിൽ ഒരു കുരിശു നാട്ടി അതിനരികിൽ മകനെ കിടത്തി പ്രാർത്ഥിച്ചു സുഖപ്പെടുത്തി. അതിനുശേഷം എന്നും ദീർഘമായ പ്രാർത്ഥനയിൽ റിച്ചാർഡ് മുഴുകിയിരുന്നു. ഹാവനിൽ നിന്ന് കപ്പൽ കയറി ഫ്രാൻസിന്റെ പശ്ചിമ തീരത്ത് ചെന്നിറങ്ങിയ റിച്ചാർഡ് ആദ്യം പോയത് റുവനിലേക്കാണ്. അവിടെ മതിവരുവോളം ഭക്താഭ്യാസങ്ങൾ നടത്തി. പിന്നീട് ഫ്രാൻസിന്റെ ഇതര തീർത്ഥാടന സ്ഥലങ്ങളും സന്ദർശിച്ച് ഫ്രാൻസിൽ നിന്നും തിരിച്ച് ഇറ്റലിയിലെ ലൂക്ക എന്ന സ്ഥലത്തെത്തിയ റിച്ചാർഡ് പെട്ടെന്ന് അവിടെ വച്ച് മരിച്ചു. അദ്ദേഹത്തെ അവിടെ തന്നെ സംസ്കരിച്ചു. റിച്ചാർഡ് മകന് വന്ന മാറാരോഗം പ്രാർത്ഥന കൊണ്ടും പ്രായശ്ചിത്ത പ്രവൃത്തികൾ കൊണ്ടും നിശേഷം മാറ്റിയത് ഇന്നും റിച്ചാർഡിന്റെ അത്ഭുത പ്രവൃത്തിയായി തുടരുന്നു. ഇന്ന് റിച്ചാർഡ് പ്രഭുവും മക്കളായ വില്ലിബാർഡ്, വീനിബാർഡ്, ബാർബുക എന്നിവരെ വിശുദ്ധരായി വണങ്ങപ്പെടുന്നു. രാജകീയ പദവികൾ വിശുദ്ധിക്കായി ത്യജിച്ച വിശുദ്ധ റിച്ചാർഡ് പ്രഭു ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.